പക്ഷേ ഈ വേടന്റെ കേസിലോട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈ കഞ്ചാവ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഇനി പുലിപ്പല്ല് കണ്ടെത്തുന്നത് അത് വേറെ വിഷയം, അത് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അത് ആനയുമായിട്ട് കമ്പയർ ചെയ്ത് പുലി വേറെ ആന വേറെ എന്നുള്ളതാണ്. ആന എന്ന് പറഞ്ഞ ക്യാപ്റ്റീവ് ഒരു ആനിമലാണ്, ഒരു ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമലാണ്. പുലിയെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺസിഡറേഷനിലാണ് ഒരു വൈൽഡ് ലൈഫ് ആനിമലായിട്ട് എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു പശുവിന്റെ പല്ലുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമൽ ആയതുകൊണ്ട് തന്നെ. പക്ഷേ പുലിയും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. 30 സെക്കൻഡിൽ മിനിമം 3 മണ്ടത്തരങ്ങളാണ് പൗലോ സാർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പുലിയെ ആനയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, പുലിയും ആനയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പുലിയായാലും ആനയായാലും ഷെഡ്യൂൾ 1 വന്നിരിക്കുന്ന മൃഗങ്ങളാണ്. പുലി, ആന, പരുന്ത്, അങ്ങനെ നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ലിസ്റ്റ് ഞാൻ ഈവൻ സാർ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ ഷെഡ്യൂൾ 1 ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കുകയും ചെയ്തു. ക്യാറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഈ പറഞ്ഞ പുലി, കടുവ എല്ലാം വരുന്നത്. എലിഫന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഏഷ്യൻ എലിഫന്റ് എന്നുള്ള നിലക്കാണ് കിടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പരുന്ത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. രണ്ടാമത്തെ കേസ്, ആനയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അനിമലാണ്. ആനയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ആനയെ ടൈം ചെയ്യാൻ പറ്റും, അത് നമുക്കൊന്ന് മെരുക്കിയെടുക്കാൻ പറ്റും. ഈവൻ പുലിയെ നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും, സിംഹത്തിന് മെരുക്കിയെടുക്കാൻ പറ്റും, പണ്ട് സർക്കസിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആനയെ ടൈം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ആന പൊതുവേ ഒരു ശാന്ത ജീവി ആയതുകൊണ്ട് നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിമൽ അല്ല. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ്സാണ്. തലമുറകളോളം ഒരു ജീവിയെ മനുഷ്യന്റെ കൂടെ തന്നെ ഇങ്ങനെ ജീവിച്ച് അതിന് ബയോളജിക്കലി ഡിഫറൻസ് വരികയും മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുന്നതിനാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പശു, പട്ടി എല്ലാം. ഇനി ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ആക്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുലിപ്പല്ലിനേക്കാൾ പ്രാധാന്യം ഈ പറഞ്ഞ ആനക്കൊമ്പിനുണ്ട്. കാരണം ആനക്കൊമ്പിന്റെ വലിയ രീതിയിലുള്ള വിപണനം പണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെതിരെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള നടപടി ഉണ്ടാവുകയും സ്പെസിഫിക്കലി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിധികൾ ആനക്കൊമ്പുമായി വിഷയത്തിൽ ഇത് വന്നിട്ടുണ്ട്. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് അത് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ രണ്ടും ഡിഫറെന്റ് ആണെന്നല്ല, രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്ന, ഒരേ ഷെഡ്യൂൾ 1 വരുന്ന ആനിമൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.